വെൽക്കം ബാക്ക് ടു ഇൻ സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലായിട്ടും നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ വന്ന കമൻസിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഞാനിന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇത് നമ്മുടെ ചൈനീസ് കലണ്ടറാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഇതിനെപ്പറ്റി അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ടാകാം. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ചൈനീസ് കലണ്ടർ നോക്കാനും അതല്ലെങ്കിൽ അത് നോക്കി ജെൻഡർ പ്രഡിക്ഷൻ നടത്താൻ അറിയാൻ പാടില്ലാത്തവർക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനുമുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മൾ ഇനിയിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ കമാം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചൈനീസ് കലണ്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ജെൻഡർ പ്രഡിക്ഷൻ നടത്താൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വെച്ചിട്ടാണെങ്കിൽ എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ പ്രഗ്നൻസി എനിക്ക് കറക്റ്റ് അല്ലായിരുന്നു, തിരിഞ്ഞാണ് വന്നത്. അപ്പം ഞാൻ ചൈനീസ് കലണ്ടറിൻ്റെ ഒരു പിക്ചർ ഞാൻ എൻ്റെ ഈ സൈഡിൽ കൊടുത്തേക്കാം, നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പം അത് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ചൈനീസ് കലണ്ടർ ഒരു വലിയൊരു ചാർട്ട് പോലെയാണ് കാണാൻ പറ്റുക. അതിന്റെ നമ്മൾ നോക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ലെഫ്റ്റ് പാർട്ടായിട്ട് കുറെ നമ്പേഴ്സ് കൊടുത്തേക്കും. നമ്പേഴ്സ് 18 തൊട്ടാണ് കൊടുത്തു തുടങ്ങുന്നത്, കാരണം അത് നമ്മുടെ ഏജ് ആണ് കാണിക്കുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ഈ ഏജ് വെച്ചിട്ടും മേളില് നമ്മുടെ 12 മന്ത്സ് കാണിച്ചേക്കും. ജനുവരി ടു ഡിസംബറിലുള്ള മന്ത്സ് കാണിച്ചേക്കും. അപ്പോൾ അത് നോക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഏത് മാസം എത്രാമത്തെ വയസ്സിലാണ് നമ്മൾ കൺസീവ് ആയത്, അതാണ് ഇതിൽ നോക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു 24 ഇയേഴ്സില് ഒരു ഓഗസ്റ്റ് മാസമാണ് നമ്മൾ കൺസീവ് ആയത് എന്നുണ്ടെങ്കിൽ 24ന്റെയും ഓഗസ്റ്റിന്റെയും നേരെ വരുന്നത് ഏതാണോ, ബോയോ ഗേളോ, അതിൽ ബ്ലൂ അല്ലെങ്കിൽ പിങ്ക് കളർ ആയിരിക്കും കൊടുത്തേക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബ്ലൂ എന്ന് പറയുന്നത് ബോയും പിങ്ക് എന്ന് പറയുന്നത് ഗേളും ആയിരിക്കും. അപ്പൊ 24ൽ നേരെ വരുന്ന ഓഗസ്റ്റിന്റെ നേരെ താഴെ വരുന്ന സംഭവം എന്ന് പറയുന്നത് പിങ്ക് ആണെങ്കിൽ നമുക്ക് ഗേൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതല്ല ബ്ലൂ ആണെങ്കിൽ ബോയ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആദ്യം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ആദ്യം എന്ന് പറയുന്നത് ഞാൻ 2019ലാണ് ഞാൻ കൺസീവ് ആകുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം നോക്കുന്നെങ്കിൽ നമ്മൾ എന്നാണ് കൺസീവ് ചെയ്തത്, നമ്മൾ കഴിഞ്ഞ വർഷമാണ് കൺസീവ് ആയതെങ്കിൽ 2024 കലണ്ടർ വേണം നമ്മൾ എടുക്കാനായിട്ട്, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അതല്ല നമ്മൾ ഈ വർഷമാണ് കൺസീവ് ആയതെങ്കിൽ നമ്മൾ ഏത് വർഷമാണോ കൺസീവ് ആയത് ആ വർഷത്തെ കലണ്ടർ തന്നെ എടുക്കണം. നമ്മൾ പഴയത് എടുത്തു കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആയി പോകും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ 2023ലാണ് രണ്ടാമത്തെ പ്രഗ്നൻസി കൺസീവ് ആയത്. പക്ഷെ ഞാൻ എടുത്തപ്പോഴും എനിക്കത് കറക്റ്റായിട്ടൊന്നും അല്ല കിട്ടിയത്. എനിക്ക് ബോയ് ആണ് വന്നത്, പക്ഷെ എനിക്ക് ഗേൾ ആയിരുന്നു. അപ്പം നമ്മൾ നോക്കേണ്ടത് കറക്റ്റ് ഇയറിൽ തന്നെ എടുക്കണം. അപ്പം ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2019 സെപ്റ്റംബറിലാണ് കൺസീവ് ആയത്. ആ സമയത്ത് എനിക്ക് ഐ തിങ്ക് 26 ആയിരുന്നു എൻ്റെ ഏജ്, 25 ആയിരുന്നു എൻ്റെ ഏജ്. അപ്പോൾ നമ്മുടെ സെപ്റ്റംബർ കൺസീവ് ആയി ഞാൻ 25 ഏജ് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ബോയ് ആണ് കാണിച്ചത്. അപ്പോൾ അത് കറക്റ്റ് ആയിരുന്നു. അപ്പം ഇതൊന്നും ഒട്ടും തിയററ്റിക്കലി സയന്റിഫിക്കലി ഒന്നും പ്രൂവ് ആണെന്നും അല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ സമാധാനത്തിന് നോക്കുന്നു, അല്ലെങ്കിൽ ഒരു രസത്തിന് നോക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ചൈനീസ് കലണ്ടർ നോക്കുക. അപ്പം ഇത് മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് നമ്മുടെ ഏജും മേളിൽ കാണിക്കുന്നത് മന്ത്സുമാണ്. അപ്പം നമ്മൾ ഏത് മാസം എത്രാമത്തെ വയസ്സിലാണ് കൺസീവ് ആയത് എന്ന് നോക്കിയിട്ട് അവിടെ കാണുന്നതാണ് നമ്മുടെ ബേബി എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, കാരണം ജെൻഡർ പ്രഡിക്ഷനിൽ ചൈനീസ് കലണ്ടറും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ 1-2 ഫ്രണ്ട്സുമായിട്ട് ഞാനിത് സംസാരിച്ചപ്പോഴത്തേക്കും അവർക്കും അത്ര കറക്റ്റ് ആയിട്ടൊന്നും അല്ല കിട്ടിയതെന്ന് പറയും. ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും, ഒരാൾക്ക് വേറെ കിട്ടും, അങ്ങനെ. അപ്പം അത് അതിന്റെ വഴിക്ക് അങ്ങ് പോട്ടെ. നമ്മൾ വെറുതെ ഒരു ഇതിനു വേണ്ടി കൗതുകത്തിന് വേണ്ടി നോക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം ചൈനീസ് കലണ്ടർ നോക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എന്തായാലും കമന്റ് ചെയ്ത് അറിയിക്കണം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു പുതിയ വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.